ദുബായ് ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസം ഈദായിരുന്നത് കൊണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ പ്ലാൻ ഇട്ടു. എൻ്റെ വല്യമ്മയുടെ മകളുടെ ഫാമിലിയുടെ കൂടിയായിരുന്നു ഞങ്ങൾ സെക്കൻഡ് ഡേ ഉണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ കൂടെ അടുത്തുള്ള മിയാ മോളിലെ ഫുഡ് ബുക്ക് റെസ്റ്റോറൻറ്റിൽ പോയി. അവിടെ ഭയങ്കര വെറൈറ്റീസ് ഓഫ് ഡിഷസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയതാണ്. പക്ഷേ ഈദിൻ്റെ അന്നായതുകൊണ്ട് അവിടെ ബിരിയാണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനാണെങ്കിൽ ഒരു ബിരിയാണി ലവർ അല്ലാത്തത് കൊണ്ട് എനിക്കൊരു ചെറിയ സങ്കടം ഉണ്ടായി. പക്ഷേ കുഴപ്പമില്ല, ഇലയിലൊക്കെ ബിരിയാണി കഴിച്ചപ്പോൾ ഒരു പ്രത്യേക രസമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബിരിയാണി കഴിച്ച് കഴിഞ്ഞാൽ ഒരു ജ്യൂസ് മസ്റ്റാണല്ലോ. അപ്പോൾ ജ്യൂസൊക്കെ കുടിച്ച് അടുത്ത പ്ലാൻ എന്താണെന്ന് ഇങ്ങനെ ആലോചിച്ച് നമ്മൾ നടക്കുകയാണ്. എൻ്റെ വല്യമ്മയുടെ മകൻ ഒരാൾ അബുദാബിയിലുണ്ട്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോയി ചേട്ടനെ കാണണം എന്നാണ് നെക്സ്റ്റ് പ്ലാൻ. പിന്നെ അവിടെ തന്നെയായിരിക്കും ഇന്ന് സ്റ്റേ എന്നും ഉറപ്പിച്ചു. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന 2 പേരെ നമ്മൾ ബൈ ബൈ പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വിട്ടു. എന്നിട്ട് നമ്മൾ അങ്ങനെ ഷാർജയിൽ നിന്ന് അബുദാബിക്ക് പോവാണ്. ഇയാളെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അറിയില്ല. കല്യാണത്തിന് പോയിട്ട് ദിയു ഡാൻസ് ഒക്കെ ചെയ്തില്ലേ? ഓർമ്മയുണ്ടാ? പിന്നെ നമ്മൾ ചേട്ടൻ്റെ അപ്പാർട്ട്മെൻറ്റിലെത്തി. അവിടെ നല്ലൊരു ബാൽക്കണിയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കുറേ വ്യൂ ഒക്കെ ആസ്വദിച്ചു. പിന്നെ ചേട്ടന് 2 പിള്ളേരുണ്ട്. അവരെ കാണണം എന്നുള്ളതൊരു മെയിൻ ആഗ്രഹമായിരുന്നു ഇവിടേക്ക് വരുമ്പോഴത്തെ. അപ്പോൾ അതും സാധിച്ചു. പിന്നെ നമ്മുടെ മെയിൻ പരിപാടി എന്തായിരുന്നു എന്നുണ്ടെങ്കിൽ ഉണ്ണിയുടെ കൂടെ കളിക്കലായിരുന്നു. നമ്മൾ കുട്ടികളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ ഒരു എനർജിയും എന്തൂസിയാസവും ഒക്കെ വരുമല്ലോ. നമ്മളത് നല്ലോണം എൻജോയ് ചെയ്തു. എല്ലാവരും കൂടി ഒന്ന് കറങ്ങാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഈദിൻ്റെ അന്നായതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഫയർ വർക്ക് കാണാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. നമ്മൾ കോർണിഷിൻ്റെ സൈഡിലേക്കാണ് പോയത്. അപ്പോൾ നമ്മൾ പോയപ്പോൾ തന്നെ അവിടെ കറക്റ്റ് ഫയർ വർക്കൊക്കെ കാണാൻ പറ്റി. പിന്നെ നാട്ടിലെ പോലെയല്ല, നാട്ടിൽ സൗണ്ടിനാണല്ലോ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ്. ഇത് കാണാനാണ് കുറച്ചും കൂടി ഭംഗിയെന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ കാണുന്നതാണോ ദുബായ്? അബുദാബിയാണോ? ഇതുവരെ പറഞ്ഞിരുന്നു. അബുദാബി ഗാവിന്ന് അബുദാബി സിറ്റിയിലേക്ക് വന്നു. അബുദാബി വില്ലേജിൽ നിന്ന് അബുദാബി സിറ്റിയിലേക്ക്. ഈദിൻ്റെ സമയമായിരുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു നമ്മൾ കോർണിഷിലേക്ക് പോകുന്ന റോഡ് ഫുൾ ലൈറ്റ്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഫയർ വർക്കിന് വേണ്ടിയിട്ടാണോ അത് എല്ലാ ദിവസവും എങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. അവിടെ ചുറ്റും ഭയങ്കര ഇരുട്ടായിരുന്നു. ഒരു സ്ട്രീറ്റ് ലൈറ്റോ വേറെ വെളിച്ചമോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ അന്ധകാരത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ബിൽഡിങ്സൊക്കെ ലൈറ്റപ്പ് ചെയ്ത് നിൽക്കണ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ദുബായിലെ പോലെ തന്നെ നിറയെ ബിൽഡിങ്സൊക്കെ ഉണ്ട്. പക്ഷേ കുറച്ചും കൂടി വിസിബിലിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നി. ചിലപ്പോൾ കോർണിഷിൻ്റെ ഏരിയ ആയിരുന്നത് കൊണ്ടാവും നല്ല വിസിബിലിറ്റി ഉള്ളതായിട്ട് തോന്നി. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് ഫുഡിൻ്റെ പ്ലാനൊക്കെ നോക്കുകയായിരുന്നു. നമ്മൾ എന്നിട്ടൊരു ഫിഷ് പ്ലാറ്റർ
വാങ്ങാമെന്ന് വിചാരിച്ച് അതൊക്കെ മുന്നേ ഓർഡർ ചെയ്ത് വെച്ചു, പോണ വഴിക്ക് വാങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അവിടെ എത്തിയതിന് ശേഷവും നമുക്കൊരു 1 മണിക്കൂർ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നു. ഈദിൻ്റെ സമയമായിരുന്നത് കൊണ്ട് നല്ല തിരക്കായിരുന്നു. പക്ഷേ ദ വെയിറ്റ് വാസ് വർത്ത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് പ്ലാറ്റർ ആയിരുന്നു. നമ്മൾ അതൊക്കെ കഴിച്ച് അന്നത്തെ ദിവസം അടിച്ചു പൊളിച്ചു.